Hi, this is Sharanya from Agri International Academy. ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ റീഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മളതിനെങ്ങനെയാണ് അതായത് ഒരു 60 മിനിറ്റ് സമയത്തിനുള്ളിൽ 3 പാരഗ്രാഫുകൾ എങ്ങനെ ചെയ്ത് തീർക്കുക, എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെടുക്കുക, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ പ്രത്യേകമായിട്ടും കടുപ്പമേറിയ കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പറയാം, ഇനി ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഏറ്റവും അധികം കൂടുതൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. അതായത് മാച്ചിങ് ഹെഡിങ്സ്. നമ്മൾ വായിക്കുന്ന ഒരു പാരഗ്രാഫിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഹെഡിങ് നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ചൂസ് ചെയ്യാവുന്നതായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യും. പൊതുവെ മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് മാച്ചിങ് ഹെഡിങ്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോലെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. കാരണം നമുക്ക് ഒരുപാട് ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു ഉത്തരം ചൂസ് ചെയ്യാമെന്ന് നമ്മളവിടെ ചെയ്യും. നമ്മളുടെ റീഡിംഗ് പാരഗ്രാഫിന് മുമ്പേ തന്നെ നമുക്ക് ചോയ്സസും തന്നിട്ടുണ്ടായിരിക്കും, നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പേഴ്സും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പാരഗ്രാഫ് വായിക്കുന്നതിന് മുമ്പേ അറിയാം നമ്മളുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഓരോ പാരഗ്രാഫിൻ്റെയും പേരുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി പാരഗ്രാഫിലേക്ക് പോകുക എന്നുള്ളതാണ്. കാരണം വേണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം, പക്ഷെ അത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം അത് നിങ്ങൾക്ക് അതിനകത്ത് കീ വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉള്ള സമയം മാത്രമേ ആകാൻ പാടുള്ളൂ. അതായത് നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അതിൽ വായിച്ചുകൊണ്ടേ ഇരിക്കരുത്, ഓപ്ഷൻസ് വായിച്ചുകൊണ്ടേ ഇരിക്കരുത്. ജസ്റ്റ് ഗോ ടു ദ പാരഗ്രാഫ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസും ക്വസ്റ്റ്യൻ നമ്പേഴ്സും തന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യേണ്ടത് അത് നമുക്ക് ചില സമയത്ത് എക്സാമ്പിൾ ആയിട്ട് ആൻസേഴ്സ് അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഏതാണ്, അതായത് ഏത് പാരഗ്രാഫിൻ്റെ ഒക്കെ പേരുകളാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടാത്തത്. ഓൾറെഡി അവർ കണ്ടുപിടിച്ച് നമുക്ക് എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് ഏതൊക്കെ പാരഗ്രാഫുകളാണെന്ന് നോക്കി വെച്ചിരിക്കുക. കാരണം ആ ഒരു ഓപ്ഷൻ, അതായത് അവർ ഉത്തരമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഓപ്ഷനും നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫുകളിൽ ആ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫും ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും കുട്ടികൾ തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫ് ശ്രദ്ധിക്കാതെ പോയി അവിടെ ഇത് വായിച്ച് മീനിങ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കണ്ടുപിടിച്ച് വരും, പക്ഷേ അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓപ്ഷൻസിലൂടെ പെട്ടെന്നൊന്ന് ഗോ ത്രൂ ചെയ്ത ശേഷം നമുക്ക് തന്നിരുന്ന എക്സാമ്പിൾസും അതിൽ ഉള്ള ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്ത ശേഷം നമ്മൾക്ക് ഏതൊക്കെ പാരഗ്രാഫുകൾക്കാണ് നെയിം ചെയ്യേണ്ടത് എന്നും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ നമ്മുടെ പാരഗ്രാഫ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യും. അല്ലാതെ നമ്മൾ ഓപ്ഷൻസിൽ സർഫ് ചെയ്ത് സമയം കളയരുതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പാരഗ്രാഫിലോട്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഫസ്റ്റ് പാരഗ്രാഫ് ഹെഡിങ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഹോൾ പാസേജിന് ഒരു ഹെഡിങ് ഉണ്ടാവും. ആ ഹെഡിങ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വായിക്കണം, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് പാസേജ് എ തൊട്ട് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാകും. ഇൻ ബിറ്റ്വീൻ പാസേജസ് ഏതെങ്കിലും ആയിരിക്കും എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ടാവുക. ഇനി അതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പാസേജ് ആദ്യത്തെ പാസേജ് അവിടെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് പാസേജ് തൊട്ട് വായിച്ചു തുടങ്ങുക, പാരഗ്രാഫ് തൊട്ട് വായിച്ചു തുടങ്ങുക. ഇനി ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുക. എപ്പോഴും ഞാൻ പറയട്ടെ, നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ്, അതായത് ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസും ലാസ്റ്റ് സെൻറ്റൻസും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ആൻസർ, അതല്ലെങ്കിൽ ഹെഡിങ് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം നമുക്ക് മനസ്സിലാകുമെന്ന്. പക്ഷെ അതൊരു ഞാനൊരിക്കലും ഞാൻ അപ്രൂവ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്താണ് ഓവറോൾ പാരഗ്രാഫ് എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഗ്രാബ് ചെയ്യാൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെൻറ്റൻസസ് നമ്മളെ സഹായിക്കും. പക്ഷെ വി ഹാവ് ടു മേക്ക് ഷുവർ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ നമ്മളുടെ ഈ പാരഗ്രാഫിൽ പറഞ്ഞ അതേ കണ്ടന്റ് ആണെന്ന് നമുക്ക് ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി അവെയർ ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ പാരഗ്രാഫ്. അപ്പം എപ്പോഴും നമ്മൾ കീ വേർഡ്സിനെ അല്ല തപ്പേണ്ടത്. നമ്മൾ ഓൾറെഡി ഓപ്ഷൻസിൽ നോക്കിയിട്ടുള്ള കീ വേർഡ്സ് നമ്മളവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ വന്ന് നമ്മൾ പാസേജ് മൊത്തം വായിക്കുക. നമ്മൾ ഒരുപാട് സമയം എടുക്കരുത്. നമ്മൾ റഫായിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു കീ ഐഡിയ മാത്രം മനസ്സിലാവുന്ന രീതിയിൽ വായിക്കുക. എന്തൊക്കെയാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും മാത്രം മനസ്സിലാക്കുക. വേർഡ് ബൈ വേർഡ് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനാവശ്യമില്ല. എന്താണ് ആ പാരഗ്രാഫിൽ സംസാരിക്കുന്നത്, അതായത് ആ ഹെഡിങ്ങിനെ സംബന്ധിച്ച് എന്ത് കാര്യമാണ് ആ പാരഗ്രാഫിൽ സംസാരിക്കുന്നത് എന്നുള്ളത് മാത്രം, ഒരു ജനറൽ ഐഡിയ മാത്രം ഈ പാരഗ്രാഫിനെ കുറിച്ച് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്ഷൻസിലേക്ക് ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിലോട്ട് തിരിച്ചു പോകണം. അവിടെ ചെന്നിട്ട് നമ്മൾ ഈ പാരഗ്രാഫിൽ കണ്ട ഏതെങ്കിലും 1-2 വാക്കുകൾ വെച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിനകത്ത് തപ്പി നമ്മൾ ആൻസർ ചൂസ് ചെയ്യരുത്. മറിച്ച് ആ പാരഗ്രാഫിൻ്റെ ഹോൾ മീനിങ്ങും നമ്മളുടെ ഇവിടെ വന്നിരിക്കുന്ന ഹെഡിങ് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക നമ്മളുടെ ഈ ഒരു തന്നിരിക്കുന്ന ഹോൾ പാരഗ്രാഫിൻ്റെ ഒരു ഹെഡിങ് ആണ്. അതായത് ആ മൊത്തം പാരഗ്രാഫിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ, അല്ലെങ്കിൽ അതിനകത്ത് കീ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഐഡിയ ആയിരിക്കും നമ്മളുടെ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ പാരഗ്രാഫ് ഹെഡിങ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് എന്ന് പറയുമ്പം ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഹെഡിങ് ആണ് റൈറ്റ് ആൻസർ. കാരണം നമുക്ക് 6 പാരഗ്രാഫുകളുടെ ആണ് പേര് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും തന്നിരിക്കുന്ന ഓപ്ഷൻസ് 9 എണ്ണം വരെയൊക്കെ വരാം. അതിനകത്ത് 3 എണ്ണം തീർച്ചയായിട്ടും ഡിസ്ട്രാക്ടേഴ്സ് ആണ്, നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആണ് അതൊക്കെ. അപ്പോൾ നമ്മൾ ഓക്കെ ഇങ്ങനെ ഒരു ഐഡിയ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സഡൻലി പോയിട്ട് അത് ഓക്കെ ചെയ്യരുത്, അതായത് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യരുത്. മറിച്ച്
ആ ഓപ്ഷൻ അല്ലാതെ അതിൽ കൂടുതൽ ചേരുന്ന മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ പാരഗ്രാഫ് എയുടെ ഓപ്ഷൻ കണ്ടുപിടിച്ചു, ഇതാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഫുൾ സെറ്റ് ഓഫ് ഓപ്ഷൻസിൽ നിന്ന് ആ ഒരു ഓപ്ഷൻ മൈനസ് ചെയ്തതിന് ശേഷം ബാക്കി ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി, പാരഗ്രാഫിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലൈൻസ് മാത്രം വായിച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തരുത്. ഒരു കാരണവശാലും പാരഗ്രാഫ് ഹെഡിങ് ചൂസ് ചെയ്യാൻ പോകരുത്. ആൻഡ് അത് വേണമെങ്കിൽ ഒരു ക്ലൂ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ ഒരിക്കലും കീവേഡ്സ് അസച്ച് ഇവിടെ പോയി തപ്പരുത്. ആ കീവേഡ് കൊടുക്കുന്ന ഒരു മെയിൻ ഐഡിയ എന്താണെന്നുള്ളത് മാത്രമേ നമ്മൾ ഉറപ്പായിട്ടും സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഇനി നമ്മൾ ഓൾറെഡി നമുക്കൊരു പാരഗ്രാഫ് ഞാൻ പറഞ്ഞു കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കൺഫ്യൂഷനൊക്കെ തോന്നുവാണ്. അതായത് നമുക്ക് ഓൾറെഡി നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു 4-5 പാരഗ്രാഫിന് ചിലപ്പോൾ 9 ഓപ്ഷൻസ് വരെയൊക്കെ വരാറുണ്ട്. അങ്ങനെ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഒബ്വിയസ്ലി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പാരഗ്രാഫിന് 2 ഓപ്ഷൻസ്, അതായത് 2 ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ചേരുമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ 2 ഓപ്ഷൻസും നമ്മൾ കൺസിഡർ ചെയ്തോളൂ. അതായത് നമ്മൾ ഒരെണ്ണത്തിനെ തന്നെ ലോക്ക് ചെയ്ത് നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ട. നമ്മളത് രണ്ടും ഈ 2 എണ്ണം ആണെന്ന് തോന്നുന്നുണ്ട്, 2 എണ്ണം ഞാൻ അതിന് നേരെ എഴുതി വയ്ക്കാം. ആൻഡ് ദെൻ നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുക. ഒരു കാരണവശാലും വീണ്ടും ഇരുന്ന് കമ്പയർ ചെയ്യാനൊന്നും നിൽക്കരുത്, കാരണം നമുക്ക് അത്രയും സമയമില്ല. നമ്മളുടെ ടൈം കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടാസ്ക്കാണ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കമ്പാരിസന് പോയി നമ്മുടെ സമയം കളയരുത്. ദെൻ അഗൈൻ നമ്മൾ അടുത്ത പാരഗ്രാഫിലോട്ട് വരുന്നു. ആ പാരഗ്രാഫിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാട് കീനായിട്ട് അത് വായിക്കാനായിട്ട് നിൽക്കരുത്. ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഓരോ വേർഡ് ബൈ വേർഡ് ഒന്നും വായിക്കാനായിട്ട് നിൽക്കരുത്. ദ ഹോൾ ഐഡിയ മാത്രം കൺസിഡർ ചെയ്യുന്നു. നമ്മൾ വീണ്ടും വന്ന് നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ 2 ഓപ്ഷൻസിലെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതായത് മറ്റൊരു പാരഗ്രാഫിന് സ്യൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പം നമുക്കറിയാം നമ്മൾ ചൂസ് ചെയ്ത 2 ഓപ്ഷൻസിലെ ഒരെണ്ണം ഇപ്പം നമ്മൾ കണ്ടിട്ട് വന്ന ഈ ഒരു പാരഗ്രാഫിൻ്റെയും മറ്റത് നമ്മൾ ആദ്യം അവിടെ എഴുതിയിട്ട് വന്ന ആ ഒരു പാരഗ്രാഫിൻ്റെ ആയിരുന്നു. ആൻഡ് ഇങ്ങനെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. അതുപോലെ നിങ്ങളൊരു പാരഗ്രാഫ് വായിച്ചു നോക്കി, പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നുമായിട്ടും സ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നേ ഇല്ല. ദെൻ ഒരു കാരണവശാലും വീണ്ടും ഇരുന്ന് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും അതിലിരുന്ന് വായിച്ചു നോക്കി നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഉറപ്പോടെ നിങ്ങൾ എഴുതി വെച്ചൊരു ആൻസറിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ നോക്കണം, പക്ഷേ അത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണം, ഓഫ് കോഴ്സ് നോക്കണം. പക്ഷെ അതിലും കൺഫ്യൂഷനാണ്, നിങ്ങൾക്കൊന്നും ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആദ്യം തൊട്ടൊന്നും കൂടെ ഒന്ന് വായിക്കാനൊന്നും മെനക്കെടരുത്. ജസ്റ്റ് അടുത്ത പാരഗ്രാഫിൽ പോവാം. അങ്ങനെ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ഒരു 2-3 ഓപ്ഷൻസ് ഒഴികെ ബാക്കി എല്ലാ ഓപ്ഷൻസും അവിടെ നിന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ, അതായത് 3-4 ഓപ്ഷൻസ്. അതിൽ തന്നെ ഒരു ബന്ധമില്ലാത്ത 1-2 ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടാവുന്നതാണ്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടും ഉണ്ടാകും. അപ്പം നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ചെയ്ത് നമ്മളുടെ ആൻസറെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ദ കേസസ്, അതായത് നമുക്കിപ്പോൾ ഒരു പാരഗ്രാഫിന് ആകെ 2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെന്താ 50-50 ചാൻസസ് നമുക്കുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചാൻസസ് എടുക്കാനും കൂടെ തയ്യാറാവുക. കാരണം നമുക്ക് 40 ചോദ്യങ്ങളാണ് 60 മിനിറ്റിൽ ചെയ്തു തീർക്കാനുള്ളത്. നമ്മൾ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു ചോദ്യം പോലും അറ്റൻഡ് ചെയ്യാതെ പോകരുത്, കാരണം നമുക്ക് നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി അനുസരിച്ച് നമുക്ക് കൂടുതൽ സ്കോർ കിട്ടാനാണ് സാധ്യത നമ്മളൊരു ഓപ്ഷൻ ഗസ് ചെയ്ത് എഴുതിയാലും. ആൻഡ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക വളരെ റെയറാണ്, കാരണം നമുക്ക് ലാസ്റ്റ്, അതായത് നമ്മൾ അറിയാവുന്ന പാരഗ്രാഫുകൾക്കെല്ലാം നെയിം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് തീരെ കുറവാണ്. അതിൽ നിന്ന് നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാൻ എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊക്കെ കീ ഐഡിയാസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഓപ്ഷൻസിനെ ഒഴിവാക്കി നമുക്ക് എത്രയും പെട്ടെന്ന് ശരിയായിട്ടുള്ള ഉത്തരങ്ങളിലൊക്കെ എത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് ഹെഡിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും എളുപ്പത്തിൽ കൂടുതൽ ശരി ഉത്തരങ്ങളൊക്കെ ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമുക്ക് പൊതുവേ ആദ്യമാണെന്ന് ഞാൻ പറഞ്ഞു, ആദ്യമാണ് ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് വരിക. അതായത് ആദ്യത്തെ പാസേജ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന റീഡിംഗ് പാസേജിൻ്റെ ഏറ്റവും ആദ്യമായിരിക്കും തരിക. ചിലപ്പോൾ അത് 3rd റീഡിംഗ് പാസേജ് ആയിരിക്കും, പക്ഷേ പാസേജ് തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ചോദ്യം വരിക. സോ ഈ വായിക്കുന്ന സമയത്ത്, ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് സമയത്ത് ഈ ഓരോ പാരഗ്രാഫും എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഫർദർ ചോദ്യങ്ങളും, അതായത് ഈ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് കഴിഞ്ഞ് ബാക്കി വരുന്ന ചോദ്യങ്ങളും നമുക്ക് ആൻസേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വായിച്ച് കഴിഞ്ഞ ഒരു കാര്യത്തെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യരുത്. നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മളിപ്പോൾ എന്തൊക്കെ വായിച്ചു, ഏതൊക്കെ പാരഗ്രാഫിൽ എന്തൊക്കെ ഐഡിയാസാണ് നമ്മൾ സംസാരിച്ചത്. ആൻഡ് ദെൻ അഗൈൻ നമുക്ക് ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ആദ്യം ചെയ്ത് തീർക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലെ ആൻസേഴ്സ് വേഗം ലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു ഹെൽപ്പും കൂടിയാണ് ഇത്. ഇനി തൊട്ട് അപ്പോൾ നിങ്ങളാരും ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ഒരു പേടിപ്പെടുത്തുന്ന ടാസ്ക്കായിട്ട് വിചാരിക്കാതെ അതൊരു ഹെൽപ്പിംഗ് ടാസ്ക് ആയിട്ട് തന്നെ വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.